നമസ്കാരം, ഞാൻ ഡോക്ടർ സിത്താര ശ്രീധരൻ, ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്. നമുക്ക് താരനെ എങ്ങനെ നേരിടാം? എന്തൊക്കെയാണ് താരൻ്റെ കാരണങ്ങൾ? ജനിതകമായും ഹോർമോൺ സംബന്ധമായിട്ടുള്ള കാരണങ്ങളാണ് താരൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമോ? പലപ്പോഴും ഇല്ല. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? താരൻ്റെ ആ തീവ്രത അനുസരിച്ച് ചികിത്സയും വ്യത്യസ്തമാണ്. ചെറിയ രീതിയിലുള്ള സ്കെയിലിംഗ് അഥവാ തലയോട്ടിലുള്ള ചെറിയ രീതിയിലുള്ള വെളുത്ത പൊടിയായി കാണപ്പെടുന്ന താരനാണെങ്കിൽ അതിനെ കൃത്യമായ ഇടവേളകളിൽ ഷാംപൂ വെച്ച് കഴുകി കളയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷാംപൂ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഒരു ആൻറ്റി ഫംഗൽ ഘടകം കൂടെ അടങ്ങിയിട്ടുള്ള, അതായത് പൂപ്പൽ ബാധയ്ക്കെതിരായിട്ട് എഫക്റ്റീവായിട്ടുള്ള ഒരു ഷാംപൂ തന്നെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ആഴ്ചയിൽ 2-3 തവണ തലയോട്ടിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയണം. അങ്ങനെയാണ് നമ്മൾ ആൻറ്റി ഫംഗൽ ഷാംപൂ ഉപയോഗിക്കേണ്ടത്. എന്നാൽ കുറച്ചും കൂടെ തീവ്രമായ രീതിയിൽ, അതായത് തലയോട്ടിൽ പൊറ്റ പിടിച്ചിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുരുക്കളായിട്ടുള്ള രീതിയിൽ താരനുണ്ടെങ്കിലോ ഷാംപൂ മാത്രം പലപ്പോഴും ഫലപ്രദമായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത പടി എന്ന രീതിയിൽ ചില മരുന്നുകൾ കൂടെ ഉൾപ്പെടുത്തണം. ഈ തലയോട്ടിലെ പൊറ്റകൾക്ക് മേലിൽ ചില രീതിയിലുള്ള ലോഷനുകളും മറ്റും പുരട്ടിയാൽ ഇവ പെട്ടെന്ന് അടർന്നു പോവുകയും പിന്നീട് ഷാംപൂ വെച്ച് നമുക്ക് അവയെ വൃത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിന് പലപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമാണ്. എന്നാൽ ഇതിലും തീവ്രമായ രീതിയിലും അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ താരൻ തിരിച്ചു വരികയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില ഷോർട്ട് കോഴ്സ് ഓഫ് ഓറൽ മെഡിക്കേഷൻ, അകത്തേക്ക് കഴിക്കുന്ന ഗുളികകളും ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്. അവ പലപ്പോഴും ഫംഗസിനെ അഥവാ പൂപ്പലിനെ എഫക്റ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ചില ആൻറ്റിബയോട്ടിക് ഗുളികകൾ, അല്ലെങ്കിൽ ചില ആൻറ്റി ഇൻഫ്ലമേറ്ററി, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ആ ഒരു ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യുന്ന ഗുളികകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഗുളികകൾ അകത്തോട്ട് കഴിക്കേണ്ടതായിട്ട് വരാം. പക്ഷേ ഇവ വളരെ ഫലപ്രദമായി ഈ ഒരു സിവിയർ അല്ലെങ്കിൽ തീവ്രമായ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യും. അതിനുശേഷവും നല്ല രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് തെറാപ്പി, അതായത് അതിനെ നമുക്ക് തുടർച്ചയായി കൊണ്ടുപോകാൻ, കൺട്രോൾ ചെയ്ത് നിർത്താൻ അതിനൊരു മെയിൻ്റനൻസ് തെറാപ്പി വളരെ പ്രധാനമാണ്. അതിനായി ആൻറ്റി ഫംഗൽ ഷാംപൂ കൃത്യമായ ഇടവേളകളിൽ തുറന്നു ഉപയോഗിക്കുക. അങ്ങനെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസോട് കൂടെ നമ്മൾ കൃത്യമായിട്ടുള്ള ഓറൽ മെഡിക്കേഷൻസ്, അതുപോലെ അപ്ലൈ ചെയ്യുന്ന മെഡിക്കേഷൻസ്, അതുപോലെ ഷാംപൂ ഇവ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ താരൻ ഒരു വലിയ പ്രശ്നമാകാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.